ശ്രീ ലളിതാംബികായേ നമഃ. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ 2 ശ്ലോകങ്ങൾ, അതായത് 9 മന്ത്രങ്ങൾ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത വിദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. ഇങ്ങനെ 9 മന്ത്രങ്ങൾ 2 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കണ്ടു. ആകെ 1000 നാമങ്ങളും 183 ശ്ലോകങ്ങളാണുള്ളത്. 2 ശ്ലോകം കഴിഞ്ഞു, 9 നാമങ്ങൾ കഴിഞ്ഞു. ഏകദേശം അതിന്റെ അർത്ഥമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. എല്ലാ ദിവസവും അതിലൊരു മുഖവുരയിലേക്ക് പോയാൽ ക്ലാസ് മുന്നോട്ട് പോവില്ല. എന്താണ് ലളിതാ സഹസ്ര ഉദ്ഭവം പറഞ്ഞു. ആ അമ്മ ഉണ്ടായതിന്റെ ശ്രീമാതാവായ ശ്രീ മഹാരാജ്ഞിയായ ശ്രീമത് സിംഹാസനേശ്വരിയായ ദേവി ദേവന്മാരുടെ കാര്യങ്ങൾക്കായിക്കൊണ്ട് ചിദഗ്നികുണ്ഡത്തിൽ നിന്നും സംഭൂതയായി കുതിച്ചു വരുന്ന 1000 സൂര്യന്മാരുടെ പ്രകാശത്തോടുകൂടി ഉദ്യദ്ഭാനു സഹസ്രാഭ 4 കൈകളോടുകൂടി ചതുർബാഹു സമന്വിത എന്നിവരെ കണ്ടു. അതിൽ മുകളിലത്തെ 2 കൈകളുടെ ആ വിശേഷണം പറഞ്ഞു. അതില് എന്തൊക്കെയാണ് അമ്മ കയ്യിലെ ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് സമുദ്രതയായി ഇറങ്ങി പുറപ്പെട്ട അമ്മയുടെ കയ്യില് ആ യുദ്ധക്കോപ്പുകൾ, ഭണ്ഡാസുരനെ കൊല്ലുവാനായിട്ട് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അമ്മ കൈകളിൽ ശേഖരിച്ചിരുന്നത്, പിടിച്ചിരുന്നത് എന്നൊക്കെ നമ്മള് 2 കൈകളുടെ കണ്ടു. മുകളിലത്തെ വലത് കൈയിലും ഇടത് കൈയിലുമായിട്ട് രാഗത്തിന്റെ സ്വഭാവമുള്ള, ആകർഷണത്തിന് സ്വഭാവമുള്ള പാശം, അതുകൊണ്ട് അമ്മ ആഢ്യയാണെന്നും ക്രോധം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആകൃതിയോട് കൂടിയിട്ടുള്ള ഉജ്ജ്വലത, അപ്പൊ ക്രോധത്തിന്റെ ഉജ്ജ്വലതയോട് കൂടിയ, രാഗത്തിന്റെ ആ ശോഭയോട് കൂടിയ പാശവും അങ്കുശവും 2 കൈകളിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ളവളാണ് അമ്മ എന്ന് കഴിഞ്ഞ ദിവസം കണ്ടു. അടുത്ത 3-ാമത്തെ ശ്ലോകാണ്. ഇപ്പൊ ക്രോധാകാരാങ്കുശോജ്വല എന്ന് പറഞ്ഞിട്ട് അടുത്ത താഴത്തെ 2 കൈകളുടെ അല്ലെങ്കിൽ 2 കൈകളെയും ആ കൈകളിൽ പ്രത്യേകിച്ച് അമ്മ എന്തൊക്കെയാണ് പിടിച്ചിരുന്നത്. രാഗം എന്ന് പറയുന്ന സ്വരൂപമാണ് പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടും, ക്രോധം എന്ന് പറയുന്ന അങ്കുശം കൊണ്ട് തന്നിൽ നിന്ന് എല്ലാത്തിനെയും വികർഷിച്ചുകൊണ്ടും, വികർഷണം അതാണ് പ്രപഞ്ചം എന്നൊരു അർത്ഥതലത്തിലേക്കൊക്കെ എടുത്താൽ വേദാന്തങ്ങളിലേക്കൊക്കെ ഒരുപാട് ഇറങ്ങിച്ചെല്ലാവുന്ന മന്ത്രമാണ്. 1000 നാമങ്ങൾ അതിന്റെ സാമാന്യതയുള്ള അർത്ഥം ഗ്രഹിച്ചതിന് ശേഷം ആചാര്യ പാദമാദത്തെ എന്ന് പറഞ്ഞതുപോലെ ശിഷ്യ സ്വമേധയ എന്നൊരു പ്രമാണമുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് തോന്നും. വീണ്ടും വീണ്ടും അതിനെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ എന്താണ് രാഗം, ആ രാഗത്തിന് പാശവുമായിട്ട് എന്താണ് ബന്ധം, എന്താണ് ക്രോധം, അതിന് അങ്കുശമായിട്ട് എന്താണ് ബന്ധം, അങ്കുശം എന്നുള്ളതിന് ശരിയായ അർത്ഥം, അതിന്റെ നിരുക്തമൊക്കെ തേടിപ്പോയാൽ ഉയർന്ന തത്വബോധങ്ങളിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. കാരണം പ്രപഞ്ചത്തിൽ എന്ന് നമുക്ക് പറയേണ്ട ഒരു വലിയ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള വേദം, വേദാന്തം, ഉപനിഷത്ത്, പുരാണം, ഇതിഹാസം, സ്മൃതി എന്ന് പറയുന്ന എന്തെല്ലാം ഒരു പ്രപഞ്ചരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള ഉയർന്ന ആത്മീയ തലത്തിലേക്കും ഉയർന്ന ജീവിത ശൈലിയിലേക്കും ഒരു മനുഷ്യന്, വിവേകബുദ്ധിയുള്ള മനുഷ്യന് സഞ്ചരിക്കാവുന്ന ഏതൊക്കെ ധർമ്മശാസ്ത്രങ്ങളും പ്രമാണങ്ങളും അതേപോലെ വേദാദികൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ സമ്പൂർണമായിട്ടുള്ള 1000 തരത്തിലുള്ള പ്രകടീകൃത ഭാവങ്ങളാണ് ഇതിലത്തെ 1000 നാമങ്ങൾ. അപ്പൊ അതിന്റെ ഉള്ളർത്ഥത്തിലേക്കൊക്കെ പോകാവുന്നതിന് ഒരു പരിധിയുണ്ട്. അത് പോകണമെങ്കിൽ തന്നെ അത്രയ്ക്കും ജിജ്ഞാസയോടുകൂടി മുഖാമുഖം ഇരുന്ന് സംശയം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ സംശയം തീരണമെങ്കിൽ ശ്രീവിദ്യ ദീക്ഷ സ്വീകരിച്ച് പൂർണ്ണമായും അതിനെ ഉപാസിച്ചുകൊണ്ട് തന്റെ ഗുരുവിന്റെ മുമ്പിൽ ഇരുന്ന് തന്റെ സംശയം തീർക്കലാണ് വേണ്ടത്. മറ്റുള്ള സഹസ്രനാമം പോലെയല്ല, അത്രയ്ക്കും വലുതാണ്. രാജ്യം ദേയം ശിരോദേയം നദേയം ഷോഡശാക്ഷരി. തനിക്ക് അവകാശപ്പെട്ടതെല്ലാം രാജ്യം മുഴുവനും കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല.
ശിരോദയം ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി തന്റെ തല വെട്ടിക്കൊടുത്താലും കുഴപ്പമില്ല. ക്ഷതദേയം കൊടുക്കരുത്. ശ്രീവിദ്യ, ശ്രീ ഷോഡശാക്ഷരി എന്ന് പറയുന്ന അത്രയും ഇപ്പൊ തനിക്ക് വന്നു ചേർന്ന എല്ലാ ഭൗതിക സുഖങ്ങളും, തന്റെ ജീവൻ പോലും കളയുന്ന ഭൗതിക സുഖം, തല വെട്ടിയാൽ പിന്നെ ഇല്ല, അതുവരെ ഒരാൾക്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഷോഡശാക്ഷരി എന്ന് പറയുന്ന ശ്രീവിദ്യ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പ്രമാണം ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വലിയൊരു അർത്ഥമാണ്. അതുകൊണ്ട് ഗുരുമുഖത്ത് നിന്നും തൊട്ടടുത്ത് ഗുരുപാദങ്ങളുടെ അടുത്ത് ഗുരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതായ അനവധി മന്ത്രങ്ങളുണ്ട്. രഹസ്യ നാമസാഹസ്രം എന്നാണ് ഇതിന് മറ്റൊരു പേര്. 1000 രഹസ്യനാമങ്ങളാണ്. ആ രഹസ്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്നർത്ഥം, പറയാൻ പാടില്ലാത്തത് എന്നല്ല. അപ്പൊ അങ്ങനെയുള്ള അതിനെ ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതായ പല സംജ്ഞകൾ ഇതിലുണ്ടാവും. പരമാവധി പറയാവുന്നിടത്തോളം പറയാം എന്നെ പറ്റി. 3-ാമത്തെ ശ്ലോകം മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. ഇവിടെ നമ്മൾക്കൊക്കെ അക്ഷരസ്ഫുടതയുള്ളവരാണ്. എങ്കിലും ഒരു ക്ലാസ്, ഒരു പഠനം എന്നൊക്കെ പറയുമ്പോൾ ഇത് സാമാന്യനെ എല്ലാ തലങ്ങളിലും തൊട്ടുപോകണം എന്നുള്ളത് പ്രധാനമായതുകൊണ്ട് അക്ഷരങ്ങൾ തെറ്റരുത്. കാരണം ഇതിലെ 1000 നാമങ്ങളും പരിപൂർണമായിട്ടും ബീജാക്ഷരങ്ങൾ നാം പോലും അറിയാതെ ഒളിപ്പിച്ചു വെച്ച മന്ത്രങ്ങളാണ്. അതിലേക്ക് കടക്കാൻ എനിക്ക് അധികാരമില്ല. എങ്കിലും അത് മനസ്സിലാക്കിയിട്ടില്ല, അക്ഷരം തെറ്റരുത്. ഞാൻ ആദ്യത്തെ ആമുഖമായിട്ട് ക്ലാസ് തുടങ്ങിയ സമയത്തെല്ലാം ഞാൻ പറഞ്ഞു. ഇവിടെ 3 മന്ത്രങ്ങളാണ് 3-ാമത്തെ ശ്ലോകത്തിലുള്ളത്. 10 മുതൽ 12 വരെ 3 ശ്ലോകങ്ങൾ അടങ്ങിയ 3 നാമങ്ങൾ അടങ്ങിയ ശ്ലോകമാണ് 3-ാമത്തെ. അതില് ഒരു മന്ത്രം, ഒരു നാമം എന്ന് പറയുന്നത് മനോരൂപേക്ഷുകോദണ്ഡ. ഇവിടെ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ, ചിലപ്പം കൊച്ചുകുട്ടികൾ പഠിക്കുന്നുണ്ടാവാം, തുടക്കക്കാരുണ്ടാവാം, കുലം നന്നായാലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, കോദണ്ഡ എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. വിശേഷം അതാണ്. അപ്പൊ വിശേഷണം ആണ് അതിന് മുമ്പിൽ. ഇപ്പോ ഉജ്ജ്വല, അങ്കുശം എന്നുള്ളതാണ് അവിടെ, പാശം എന്നുള്ളതാണ് അതിന്റെ വസ്തുതയെങ്കിലും അതിന്റെ വിശേഷണമാണ് മറ്റത്. അതേപോലെ ഇവിടെ കോദണ്ഡം എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. അത് അമ്മ കോദണ്ഡം, വില്ല് ധരിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. എന്റെ അക്ഷരത്തിലേക്ക് പോകുമ്പോൾ ദണ്ഡം എന്ന് പറയുന്ന, കോദണ്ഡ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും പറയരുത്. ആർക്കെങ്കിലും അത് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ തൊട്ട് ക്ഷ വരെയുള്ള അക്ഷരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലി പരിശീലിക്കണം. ആ തൊട്ട് ക്ഷ വരെയും ക്ഷ തൊട്ട് ആ വരെയും തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അക്ഷരം എന്ന് പറയുന്നത് ആ തൊട്ട് ക്ഷ വരെയുള്ളതിന്റെ പ്രകാശമാണ്. അതുകൊണ്ട് ക്ഷ എന്ന് പറയുന്നതിന്റെ മനോരൂപേക്ഷു, അവിടെ മനോരൂപേ എന്ന് വരെ തെറ്റില്ല. ക്ഷു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മിക്കവാറും ക്ഷു എന്ന് പറയാറുള്ളൂ. ഒരു ക് ഉണ്ട് അവിടെ. അപ്പൊ ക്ഷു എന്ന് തന്നെ വരാൻ, അവിടെ മന്ത്രം ആയതുകൊണ്ടാണ്. സാധാരണ ഒരു പേപ്പർ വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലെറ്റർ വായിക്കുന്ന പോലെ അല്ല. ഇത് നമ്മൾ ഉച്ചരിക്കേണ്ടതാണ്. സ്തോത്രമാണ്. വൈഖരിയില് പുറത്തേക്ക് ഉറക്കെ സ്തുതിക്കേണ്ടതാണ്. സ്തോത്രപ്രിയ സ്തുതിമതി എന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഭാവത്തിൽ ക്ഷ എന്ന് പറയുമ്പോൾ ക്ഷ എന്ന് പറഞ്ഞു നോക്കൂ. ക് കൂടാതെയും ക്ഷ പറയാം, ക്ഷു എന്ന് പറയാം. ആ നാവിന്റെ മാത്രം ശക്തി. പക്ഷെ ക് എന്നുള്ളൊരു അക്ഷരവും കൂടെ അതിന്റെ ഉള്ളിൽ സ്ഫുരിക്കണം. മറ്റാർക്കും വേണ്ടിയിട്ടല്ല, കേവലാവാനല്ല. അപ്പോഴാണ് ക്ഷ എന്നുള്ളൊരു വാക്കിന് പ്രധാനമുണ്ട്. അതിൽ കോദണ്ഡ എന്ന് പറയുമ്പോൾ കോദണ്ഡ ആവരുത്. അണ്ടം നകാരവും ഡകാരവും ചേർന്നതാണ്. യില് ടാഠ കഴിഞ്ഞിട്ടുള്ള ഡപ്പി എന്നൊക്കെ പറയുന്ന ഡ. അതിന്റെ കൂടെ ണ് ചേരുമ്പോഴാണ് ഡ എന്നാവുക. അത് ഉണ്ടാന്ന് ചൊല്ലരുത്. കോദണ്ഡ ചൊല്ലുന്നവരുണ്ട്. കോദൺ അങ്ങനെ തന്നെ ശീലിക്കുക. കോദൺ ഡ ചേർക്കുക. അപ്പൊ കോദണ്ഡ എന്ന് പറയണം. അപ്പൊ മനോരൂപേക്ഷ കോദണ്ഡ, ഗോദണ്ഡയല്ല കായാണ്. അപ്പൊ കോദണ്ഡ എന്നുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല. കോദണ്ഡ എന്ന് ചൊല്ലരുത്. അക്ഷരത്തെറ്റ് വരരുത്. അകാരാദി
ഷകാരാന്തം വരെയുള്ളതില് വളരെ വിശേഷപ്പെട്ട വളരെ വളരെ എല്ലാ അക്ഷരങ്ങളെക്കാളും ശക്തമായി നിൽക്കുന്ന ഒരു അക്ഷരമാണ് ക്ഷ എന്നുള്ളത്. അതിപ്പോ പറയാൻ സമയമില്ല. രണ്ട് കാതിനകത്തുണ്ട് അല്ലെ, കാഖ ഗാഖ അങ്ങനെ കായുണ്ട്. ആ ഷായോടെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ചില്ലക്ഷരം പോലെ അല്ലെങ്കിൽ കൂട്ടക്ഷരം പോലെ ഒരു അക്ഷരം പ്രത്യേകിച്ച് അക്ഷരമാലയിൽ വന്നു. അതുകൊണ്ടാണ് ആ തൊട്ട് ക്ഷ വരെ, തുടക്കം ആയാണെങ്കിൽ അതിന്റെ അന്ത്യം ലക്ഷ്യം എന്ന് പറഞ്ഞത് ക്ഷായാണ്. ആ ക്ഷ എന്നുള്ളതൊക്കെ തെറ്റിക്കരുത് എന്നൊരു അഭിപ്രായമുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പറയേണ്ടി വരും. നേരിട്ട് നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് ചിന്തിക്കേണ്ട സംസാരിക്കേണ്ട വിഷയമാണ്. ക്ലാസ്സിൽ അത് 1 മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞാൽ ക്ഷായിൽ തന്നെ ഇരിക്കും ഇന്നത്തെ ക്ലാസ്. അപ്പോ കോദണ്ഡ പിന്നെന്താ ഇക്ഷു കോദണ്ഡ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ പേക്ഷു എന്നാണ് വായിക്കുക. കാരണം മനോരൂപേക്ഷു കോദണ്ഡ എന്നാണ്. പക്ഷെ അതിനെ തിരിക്കാൻ പഠിക്കണം. അതൊറ്റ നാമാണ്, ഒരു ഒറ്റ നാമ. പക്ഷെ മനോ എന്നുള്ളൊരു പദവും മന രൂപ ഇക്ഷു കോദണ്ഡ 4 നാമങ്ങൾ ചേർന്നതാണ് ഈ മന്ത്രം. കോദണ്ഡ എന്ന് വെച്ചാൽ ഒരർത്ഥം പറയണം. പിന്നെ കോദണ്ഡത്തിന്റെ ഉയർന്ന അർത്ഥത്തിൽ പിന്നെ സംസാരിക്കാം. കോദണ്ഡം എന്നൊരു പദം എന്ന് വെക്കാം പദച്ഛേദം ചെയ്യുമ്പോൾ. പദച്ഛേദം ചെയ്യാൻ പറ്റില്ല, ഒരു നാമാണ്, അവിടെ മുറിക്കാൻ പാടില്ല. മനസ്സിലാക്കാൻ വേണ്ടി പറയണേ കോദണ്ഡ അർത്ഥമുള്ളതാണ്. ഇക്ഷു അതിനർത്ഥമുണ്ട്. രൂപ അതിനും അർത്ഥമുണ്ട് അല്ലെ, രൂപം. മന അപ്പൊ മനസ്സ്, രൂപം, ഇക്ഷു, കോദണ്ഡം എന്നുള്ള 4 നാമങ്ങൾ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ 4 പദങ്ങൾ ചേർന്നതാണ് മനോരൂപേക്ഷു കോദണ്ഡ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇക്ഷു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഇപ്പൊ മനസ്സിന്റെ രൂപം എന്ന് പറഞ്ഞാൽ മനരൂപം എന്ന് പറയാറില്ല, അതിന് മനോരൂപം. ഇപ്പൊ മനോരോഗം എന്ന് പറയുന്നത്, മനസ്സിന്റെ രോഗം മനോരോഗം എന്ന് പറയുന്ന പോലെ മന എന്ന് പറഞ്ഞ സകാരാന്താണ്. അതിനെ രൂപവുമായിട്ട് ബന്ധിക്കുമ്പോൾ ഒന്നിച്ചാക്കുമ്പോൾ മനോരൂപം എന്നേ വരുന്നു. അപ്പൊ മനോരൂപ എന്നൊരു വാക്കെടുത്തിട്ട് ഇക്ഷു എന്ന് അതിൻ്റെ കൂടെ ഇകാരാന്തം ചേരുമ്പോ പ എന്നുള്ളത് അകാരം ഉണ്ട് അവിടെ, ഈ ചേർത്തിട്ട് പേ എന്നാവും. അപ്പൊ അവിടെ ഇക്ഷു ആണെങ്കിലും മനോരൂപേക്ഷു എന്നാവും. പിന്നെ കോദണ്ഡ. ശ്രദ്ധിക്കേണ്ടത് ക്ഷ എന്നുള്ള വാക്കും ഡ എന്നുള്ള വാക്കാണ് തെറ്റാൻ സാധ്യത. പലരും ചൊല്ലുമ്പോ മനോരൂപേക്ഷു കോദണ്ഡ അങ്ങനെ ചൊല്ലി പഠിക്കാതിരിക്കുക നല്ലത്, അല്ലെങ്കിൽ ചൊല്ലാതിരിക്കുകയാണ് നല്ലത്. മനോരൂപേ ഒരല്പം നീട്ടണം അവിടെ, എന്നാലാണ് ഇക്ഷു എന്നുള്ള ഭാവം അവിടെ വരും. മനോരൂപേക്ഷു. അപ്പൊ ഇക്ഷു, അപ്പൊ അർത്ഥം പഠിക്കുമ്പോൾ നമുക്കത് ചൊല്ലാൻ പറ്റും. മനോരൂപേക്ഷു കോദണ്ഡ അങ്ങനെ ചൊല്ലാനും പാടില്ല. മനോരൂപേക്ഷു കോദണ്ഡ എന്ന് പറയുമ്പോൾ ഇക്ഷു കോദണ്ഡം എന്നുള്ള പദത്തിലേക്ക് എത്തണം. കോദണ്ഡ, ഇക്ഷു കോദണ്ഡ, രൂപേക്ഷു കോദണ്ഡ, മനോരൂപേക്ഷു കോദണ്ഡ, അങ്ങനെ തന്നെ ആ അവസാനം മുതൽ ആദ്യം വരെ പറഞ്ഞു പഠിക്കണം. അപ്പോഴാണ് അതിന് അർത്ഥതലത്തിലേക്ക് എത്താൻ പറ്റും. എന്താണ് കോദണ്ഡം? കോദണ്ഡം എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കറിയാം വില്ല് എന്നാണ് അർത്ഥം. അമ്മയുടെ കയ്യിൽ ഒരു കയ്യിൽ പാശം കയറും, മറ്റൊരു കയ്യില് മുകളിലത്തെ മറ്റൊരു കയ്യിൽ അങ്കുശവും തോട്ടിയും, താഴത്തെ ഇടത്തെ കയ്യിൽ അമ്മയുടെ കയ്യിൽ കോദണ്ഡമാണ്, വില്ലാണ്. വില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയണ്ട. ശരം തൊടുക്കുവാനുള്ള തലം വില്ല്, അതിന് കോദണ്ഡം എന്ന് പറയും. അതാണ് ശരത്തിന് ആ വില്ലിന് കോദണ്ഡം എന്ന് പറയാനുള്ള കാരണം അത് നിരുക്തത്തിലേക്കൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സ്വയം ഒന്ന് അന്വേഷിക്കാം. അപ്പൊ കോദണ്ഡമാണ്, വില്ലാണോ? എങ്ങനെയൊക്കെയാണ് അത്? ശൈവചാപം, വൈഷ്ണവചാപം അല്ലെ, ഒരുപാട് ചാപത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് രാമായണത്തിലൊക്കെ. വൈഷ്ണവചാപം ഒടിച്ചു, ശൈവചാപം, പാഞ്ചാലി സ്വയംവരത്തിലൊരു അല്ലെ, ഇതിലൊക്കെ വില്ലൊടിഞ്ഞ് അല്ലെ, വില്ലൊടിക്കലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും അമ്മയാണ്, പ്രപഞ്ചത്തിന്റെ മുഴുവനും ആധാരദേവിയായിട്ടുള്ള എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ കയ്യിൽ ഒരു വില്ലുണ്ടെങ്കിൽ യുദ്ധത്തിനാണെന്ന് ഉറപ്പാണ്. യുദ്ധത്തിനല്ലാതെ വില്ല് ഉപയോഗിക്കാറില്ല. പാശം പിന്നെയും എന്തെങ്കിലും ഉപയോഗിക്കാം, അങ്കുശവും പിന്നെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. പക്ഷെ വില്ല് കയ്യിലുണ്ടെങ്കിൽ ശരം തൊടുക്കാൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് കോദണ്ഡം എന്ന് പറയുന്നത് വില്ല് എന്നെടുത്താൽ ഉടനെ ചോദിക്കാൻ നമുക്ക് പറ്റണം, എപ്രകാരമുള്ള വില്ലാണ്? ആ വില്ലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതിനെന്താണ് ശക്തി? ഇപ്പൊ ശൈവചാപം
വൈഷ്ണവജാപം, പരശുരാമനൊക്കെ ശ്രീരാമനായിട്ടുള്ള യുദ്ധമൊക്കെ നമുക്കറിയാം സീതാ സ്വയംവര സമയത്ത്. അപ്പോ വില്ല് യുദ്ധത്തിൽ അല്ലെ ധനുർവേദം എന്ന് തന്നെയാണ് ഇപ്പൊ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറയുന്ന 4 വേദങ്ങളെ പോലെ തന്നെ ആയുർവേദം ഒരു ഉപവേദമാണ്. ഇപ്പൊ യുദ്ധത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന വേദമുണ്ട്. നഷ്ടപ്പെട്ടു പോയി, നശിച്ചുപോയി, പലതും എന്തൊക്കെയോ അവിടെ ഇവിടെ ഉണ്ടെന്നുള്ളു. അതിന്റെ പേര് ധനുർവേദം എന്നാണ്. അപ്പൊ അത് വില്ലുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ വില്ലിന് പ്രാധാന്യമുണ്ട് യുദ്ധത്തിന്. ആ പ്രാധാന്യമുള്ള വില്ല് അമ്മയുടെ കയ്യിലും ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവണം. കാരണം അസ്മാൽ പരതരം നാസ്തി, ഇതിലും വലിയൊരു മന്ത്രമില്ല എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീവിദ്യയുടെ സമ്പൂർണമായ സ്ഥൂലഭാവമാണ് ശ്രീ ലളിതാ പരമേശ്വരി. ആ അമ്മയുടെ കയ്യിലെ വില്ലിന് അത്രയ്ക്കും മറ്റൊന്നിനേക്കാൾ ഉപമിക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക തരത്തിലെ വിശേഷണമുള്ള വില്ലാവണം. അപ്പൊ കോദണ്ഡം, അതെന്ത് കോദണ്ഡാണ്, അതിനെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇക്ഷുകോദണ്ഡ എന്ന് പറയണം. ഇക്ഷു എന്ന് വെച്ചാൽ കരിമ്പ് എന്നർത്ഥം. കരിമ്പ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം, പല പല മുട്ടുകളുള്ള നീളമുള്ള ഇല ഇങ്ങനെ വളർന്നു നിൽക്കുന്ന പല പല മുട്ടുകളായിട്ട് പിരിഞ്ഞിരിക്കുന്ന അതിമധുരമായ ഉള്ളിൽ, അതിന് പുറത്തെ വലിയ കട്ടിത്തോടിനെ മാറ്റിയാൽ ഉള്ളിൽ അതിമധുരത്തെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പാകത്തിനുള്ള ഒരു കമ്പാണ്. കമ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് കരിമ്പിന്റെ സ്വാദ് വെച്ചാൽ മധുരാണ്, പക്ഷെ കരിമ്പ് കട്ടിയുള്ളതാണ്, പക്ഷെ മൃദുവുമാണ്. പുറമെ കട്ടി എന്ന് തോന്നെങ്കിലും അകത്ത് മുഴുവനും മധുരമുള്ള ഒരു ചെടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വില്ല് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉയർന്ന ഒരു അമ്മയ്ക്ക് ഈ ഒരു ബാക്കിക്ക് എത്രയോ ദൃഢമായിട്ടുള്ള, അറിയാലോ പാഞ്ചാലി സ്വയംവരത്തിലൊക്കെ അല്ലെങ്കിൽ സീതാ സ്വയംവരത്തിലൊക്കെ അതിനെ ഒന്ന് എടുത്തു പൊക്കാൻ, ഒരു ചെറുതായിട്ടൊന്ന് ചലിപ്പിക്കാൻ പോലും രാജാക്കന്മാർക്ക് കഴിയാത്ത അത്രയും ശക്തി പറയുന്ന ആ ഒരു കഥകളിലൂടെ പോകുമ്പോൾ അമ്മയ്ക്ക് എത്രയോ ശക്തിയുള്ള വില്ലായിരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ നമുക്ക് അത്ഭുതമാവും. കരിമ്പ് കൊണ്ടോ, അതായത് അമ്മയ്ക്ക് ഒരു വില്ലുണ്ടാക്കാനുള്ള ശക്തിയില്ല, അതിനുള്ള പണമില്ല എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇക്ഷുകോദണ്ഡമോ എന്നൊരു ചോദ്യം നമുക്ക് വന്നാൽ എപ്പോഴും ഒരു ഈഗർനെസ്, എപ്പോഴും ചോദിക്കാൻ ജിജ്ഞാസ ഒരു ശിഷ്യന് ഉണ്ടാവണം എന്നാണ്. അപ്പോ വശന്യാദി വാഗ്ദേവതമാര് അമ്മയുടെ കയ്യില്, ഇടത്തെ കയ്യില്, താഴെയുള്ള കയ്യില് വില്ലുണ്ട്, കരിമ്പ് കൊണ്ടുള്ള വില്ലാണ് എന്ന് പറയുമ്പോൾ കരിമ്പ് വില്ലേ നമുക്ക് ഓർമ്മ വരുള്ളൂ. നമുക്കൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ തന്നെ കരിമ്പ് കൊണ്ടുള്ള വില്ല് പോലെ വയ്ക്കാനേ പറ്റൂ. പക്ഷേ രാഗസ്വരൂപ ക്രോധ ആകാര എന്ന് പറയുന്നത് പോലെ ക്രോധത്തിന്റെ ആകാരത്തോടു കൂടിയ, രാഗത്തിന്റെ സ്വരൂപത്തോടു കൂടിയ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇക്ഷുകോദണ്ഡത്തിനും, കോദണ്ഡത്തിന്റെ വിശേഷം ഇക്ഷുകോദണ്ഡം, ഇക്ഷുകോദണ്ഡത്തിന്റെ വിശേഷമാണ് രൂപേക്ഷുകോദണ്ഡ, രൂപമായ ഇക്ഷുകോദണ്ഡം. എന്തിന്റെയോ സിമ്പലായിട്ടുള്ള അല്ലെങ്കിൽ എന്തിനെയോ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ഒരു രൂപമാണ്. രാഗത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അമ്മയുടെ കയ്യിലെ പാശം. ക്രോധത്തിന്റെ ആകൃതിയെ മനസ്സിലാക്കുന്നതിനാണ് അമ്മയുടെ കയ്യിലുള്ള അങ്കുശം. അതുപോലെ എന്തോ രൂപം ധരിച്ചതാണ് ഈ കോദണ്ഡം. അത് കരിമ്പ് കൊണ്ടാണ്. അത് എന്തിന്റെ രൂപമാണ് എന്ന് ചോദിക്കുമ്പോഴാണ് മനോരൂപേക്ഷു കോദണ്ഡ, മനസ്സിന്റെ രൂപത്തോടു കൂടിയ, മനസ്സിന്റെ രൂപത്തെ സമ്പൂർണമായിട്ടും മധുരമാക്കി ചേർത്ത, അവിടെ കരിമ്പ് വില്ല് അങ്ങോട്ട് പോയി, മനസ്സാകുന്ന, മനസ്സിന്റെ രൂപമാകുന്ന കരിമ്പ് വില്ല്. അപ്പൊ കരിമ്പ് വില്ലിന് മനസ്സായിട്ട് ബന്ധം ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉപമ ശരിയാവില്ല. അപ്പോ താഴത്തെ ഇടത്തെ കയ്യില് മനസ്സ് എന്നുള്ള സങ്കല്പത്തോട്, അത് മനസ്സാണ്, മനസ്സിന്റെ രൂപമാണ്. അതൊരു കാണുന്ന കരിമ്പ് വില്ല അല്ല അമ്മയുടെ കയ്യിലിരിക്കുന്നത്, മനസ്സിന്റെ രൂപമാണത്. രൂപമായതുകൊണ്ട് കാണണം, സ്ഥൂലമായിരിക്കണം, കണ്ണുകൊണ്ട് കാണണം. അതുകൊണ്ട് ഇക്ഷുകോദണ്ഡം അമ്മ പിടിച്ചിരിക്കുന്നു. അപ്പൊ കോദണ്ഡത്തിന്റെ അർത്ഥവും ഇക്ഷു എന്നുള്ളതിന്റെ അർത്ഥവും എടുത്ത് ശരിക്കും നമ്മൾ ഉള്ളിലേക്ക് ചിന്തിച്ചാൽ മാത്രമേ എന്താണ് ഇവിടെ മനസ്സിന്റെ രൂപമാവാൻ കാരണം എന്ന് മനസ്സിലാവും. അപ്പൊ മനോരൂപേക്ഷു കോദണ്ഡ, മനസ്സാണത്. ഈ മനസ്സിലാണ് ക്രോധവും രാഗവും ഒക്കെ ഉള്ളത്. പക്ഷെ ആ പ്രത്യേകിച്ച് മനസ്സിൽ നിന്നും മനസ്സിന്റെ ആകർഷണ വികർഷണം, മനസ്സിന് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എല്ലാത്തിനെയും ചെറിയ രീതിയിലും വലിയ രീതിയിലും ആകർഷിക്കുക,
ചെറിയ രീതിയിലും വലിയ രീതിയിലും വികർഷിക്കുക, അല്ലെ? ഉൾക്കൊള്ളുക, തള്ളിക്കളയുക, ഇതാണ് മനസ്സിലുള്ളൂ. ഉൾക്കൊള്ളുന്നതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു ഇതനുസരിച്ചിരിക്കും, അല്ലെ? മന ഏവ കാരണം എന്ന് പറയാറുണ്ട്. ഈ പ്രപഞ്ചത്തിലുണ്ടായ സകലമാന കാര്യങ്ങളും, എന്തെങ്കിലും കാണുക, കേൾക്കുക എന്ന് പറയുന്ന നമുക്ക് അനുഭവവേദ്യമാകുന്ന എല്ലാ ചലനങ്ങളും അതിന് കാരണം മന ഏവ കാരണം. അപ്പൊ മനസ്സാണ്. ഇപ്പോഴാണ് ലിംഗയോനികളിലൂടെയുള്ള സൃഷ്ടിയുള്ളത്. അമ്മ പ്രസവിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. മനസ്സൈവ ജഗത് സൃഷ്ടി, മനസാ ഏവ ജഗത് സൃഷ്ടി, മനസ്സുകൊണ്ട് തന്നെയാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്. മനസാ ഏവ ജഗത്, മനസ്സൈവ ജഗത് സൃഷ്ടി, ജഗത്തിനെ മുഴുവനും സൃഷ്ടിച്ചത് മനസ്സുകൊണ്ടാണ് എന്ന് വേദങ്ങൾ പറയുന്നു. അപ്പൊ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ശക്തിയുള്ള മനസ്സിന്റെ രൂപമായിരിക്കണം. കാരണം ഈ അമ്മ ശ്രീമാതാവാണ്, ശ്രീ മഹാരാജ്ഞിയാണ്, ശ്രീമത് സിംഹാസനേശ്വരിയാണ്. പ്രപഞ്ചത്തിന്റെ മനസ്സാകുന്ന മനസ്സ് ചിത്ത്, പ്രപഞ്ച മനസ്സാകുന്ന അഗ്നി ചിദഗ്നി, അതിൽ നിന്നും ഉത്ഭൂതയാണ് ചിദഗ്നി കുണ്ഡം. അപ്പൊ പ്രപഞ്ച മനസ്സാകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് സംഭൂതയായ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആയുധം പ്രപഞ്ച മനസ്സാണ്. ചിതി എന്നോ ചിത്ത് എന്ന് പറയുന്നത് ഇത് പ്രപഞ്ച മനസ്സാണ്, വെറും മനസ്സ് എന്ന് വിചാരിക്കരുത്. അമ്മയുടെ കയ്യിലെ രാഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനെ മുഴുവനും വശീകരിക്കുന്നതാണ്. അമ്മയുടെ കയ്യിലെ അങ്കുശം വെച്ചാൽ പ്രപഞ്ചത്തെ മുഴുവനും വികർഷിക്കുന്നതാണ്. അതേപോലെ പ്രപഞ്ചത്തിന്റെ മുഴുവനും മനസ്സ് ആണ് അതിന്റെ രൂപം എന്ന രീതിയിലാണ് അമ്മ കരിമ്പ് വില്ല് പിടിച്ചിട്ടുള്ളത്. മനോരൂപേക്ഷു എന്ന് വെച്ചാൽ പ്രപഞ്ച മനോരൂപേക്ഷു. പ്രപഞ്ചം എന്താ? അങ്ങോട്ട് പോയി ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഈ അണ്ടകടാഹം, ഈ ബ്രഹ്മാണ്ടത്തിന്റെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവനും മനസ്സിനെ സമ്പൂർണ്ണ മധുരമാക്കി പുറത്തേക്ക് പോവാതെ കട്ടിയുള്ള തോലുകൊണ്ട് പല 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 തട്ടുകളായി മുട്ടുകളായി വെച്ചുകൊണ്ടുള്ള ഒരു കരിമ്പുവില്ലാണ് നമ്മുടെ മനസ്സിൽ. നമുക്കൊക്കെ ഗണപതി ഹോമത്തിനോ അല്ലെങ്കിൽ പലതിനും നമ്മൾ കാണുന്ന പൂജയ്ക്കും അല്ലെങ്കിൽ അതിന് മധുരം നുകരാനൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന കരിമ്പ്, ആ കരിമ്പിന്റെ രൂപമാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയും കൂടെ ചിന്തിക്കണം. കണ്ടാൽ കരിമ്പ് വില്ല എന്നുള്ളത് നമുക്ക് വരയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ പറ്റും. മനസ്സിന്റെ രൂപമാകുന്ന ഇക്ഷുകോദണ്ഡം എന്ന് വെച്ചാൽ കരിമ്പ് വില്ല് അല്ലെങ്കിൽ കരിമ്പ് വില്ലാക്കി എന്നൊരർത്ഥം സാമാന്യത്തിൽ നമുക്ക് മനസ്സിലാക്കാമെങ്കിലും മനസ്സിന്റെ രൂപമാകുന്ന ഇക്ഷുകോദണ്ഡം അമ്മയുടെ കയ്യിലായതുകൊണ്ട് പ്രപഞ്ച മനസ്സ്, ചിതി, ചിത്ത് എന്ന് പറയുന്ന അവസ്ഥ, സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്ന ചിത്ത് പ്രപഞ്ച മനസ്സാണ്. അപ്പൊ പ്രപഞ്ച മനസ്സിന്റെ രൂപമാണ്. അപ്പൊ പ്രപഞ്ച മനസ്സിന്റെ രൂപമായ കരിമ്പ് വില്ല്. അപ്പൊ പ്രപഞ്ചത്തിനൊരു കരിമ്പ് വില്ല് ഉണ്ടാവണം. അതിന് പ്രപഞ്ച മനസ്സിനെ മനസ്സിലാക്കിയാലാണ് കരിമ്പ് വില്ലുമായിട്ടുള്ള ബന്ധം മനസ്സിലാവും. സാമാന്യന അർത്ഥം പറഞ്ഞാൽ പുറത്ത് നല്ല കട്ടിത്തോലാണ്, ഈ മനസ്സെന്താണെന്ന് മനസ്സിലാവും. ഉള്ളിൽ മുഴുവൻ മധുരാണ്. അപ്പൊ അത്രയും മനസ്സ്. അപ്പൊ ആ മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ കട്ടിയുള്ള തോല എന്ന് പറയാം, പല പല തട്ടുകൾ ഉണ്ടെന്ന് പറയാം, അതുപോലെ തന്നെ ഇലകളുണ്ട് എന്ന് പറയാം. പക്ഷെ അകത്ത് വളരെ വളരെ ശ്രമിച്ച് നമ്മൾ പിഴിഞ്ഞെടുത്താൽ മാത്രം കിട്ടുന്നതാണ്, ബാക്കി കളയേണ്ട വരും. പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന സത്ത് മധുരാണ്. ഇതുപോലെ പ്രപഞ്ച മനസ്സ് ആലോചിച്ചു എത്രയോ തട്ടുകളാണ്, അല്ലെ? നമുക്ക് സാധാരണ തന്നെ പ്രപഞ്ചത്തെ എടുക്കുമ്പോൾ തന്നെ സാധാരണ നമ്പൂതിരിമാരൊക്കെ സന്ധ്യാവചനമൊക്കെ ചെയ്യുമ്പോൾ അറിയോ എന്ന് അറിയില്ലെങ്കിലും ഓം ഭൂ ഓം ഭൂ ഓം സ്വാ മഹാജന തപാ സത്യം എന്നൊക്കെ ചൊല്ലാറുണ്ട്. അതുപോലെ അതല വിതല സുതല രസാതല തലാതല മഹാതല പാതാളം എന്ന് ചൊല്ലാറുണ്ട് താഴോട്ട്, ഭൂമിക്ക് താഴോട്ട്. അങ്ങനെ 14 ലോകങ്ങളെ കുറിച്ച് 10 ഗ്രഹങ്ങളെ കുറിച്ച്, അതായത് ദേവഗ്രഹം, അസുരഗ്രഹം എന്ന ഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ അനവധി തലങ്ങള്. അതുമല്ല വിശ്വാമിത്രനൊക്കെ ഒരു ത്രിശങ്കു സ്വർഗം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതിലെല്ലാം കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് എന്ന് പറയുന്ന, അതേപോലെ പല പല തട്ട്, എല്ലാത്തിലും ഒരേ സ്വഭാവമാണ്, പല പല തട്ടുകളാണ്. കണ്ടാൽ മനസ്സിലാവും. പുറത്ത് കരിമ്പിന്റെ പുറത്ത് ആ കട്ടിയുള്ള ഭാഗം കഴിയുമ്പോൾ വായു മുറിയും ചെറിയ മധുരം ഉണ്ടാവുന്നല്ലാതെ കരിമ്പ് നീരിന്റെ മധുരം ഉണ്ടാവുന്ന ആ കട്ടിയായിട്ടുള്ള തോല് പൊളിച്ചു കളഞ്ഞ് അകത്തുള്ള കാമ്പിനെ പിഴിഞ്ഞെടുത്ത് കഴിച്ചാൽ മാത്രമേ കരിമ്പിന്റെ സ്വാദ് അനുഭവിക്കാൻ പറ്റൂ. അതെല്ലാം ഒരുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ മനസ്സിന്. പല തട്ടുകളില് ഇരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ മനസ്സിനെ കരിമ്പ് വില്ല് പോലെ, കരിമ്പ് വില്ലായിട്ട്
പ്രപഞ്ച മനസ്സിനെ ഒരു കരിമ്പ് വില്ലായിട്ട് ആക്കിയിട്ട് തന്റെ താഴത്തെ ഇടത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. മനോരൂപേക്ഷുകോദണ്ഡ മനോരൂപേക്ഷുകോദണ്ഡ എന്ന് മനസ്സിലാവും. മനസ്സിന്റെ രൂപമായിട്ടുള്ള കരിമ്പ് വില്ല് ഒരു കയ്യിലുണ്ട്. അങ്ങനെ കോദണ്ഡയാണ്, വില്ല് പിടിച്ചവളാണ് എന്നർത്ഥം. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നാമത്തെ മന്ത്രം ഇതാണ്. ആദ്യത്തേതില് ആകർഷണ വികർഷണങ്ങളാകുന്ന രാഗവും ക്രോധവുമാകുന്ന പാശവും അങ്കുശവും പിടിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ ആകർഷിക്കുകയും തന്നിലേക്ക് പരിപൂർണമായിട്ട് ലയിപ്പിക്കുകയും തന്നിൽ നിന്ന് പരിപൂർണമായി പുറത്തേക്ക് വിടുകയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയിൽ നിന്ന് വികർഷിക്കുമ്പോഴാണ് നമ്മുടെ സൃഷ്ടി, അമ്മയിലേക്ക് ലയിക്കുമ്പോഴാണ് നമ്മുടെ ലയം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ മുക്തി. നേരെ തിരിച്ചാണ്. കാരണം നമ്മൾ വിചാരിക്കുക സൃഷ്ടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ പുറത്തേക്ക് വിടുക, ആകർഷിക്കുക, വികർഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ തള്ളിക്കളയുക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അമ്മ തള്ളിക്കളയുന്നതാണ് പ്രപഞ്ച സൃഷ്ടി, അമ്മ ആകർഷിച്ച് ലയിപ്പിക്കലാണ് പ്രപഞ്ച ലയനം. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ. ആ പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം. ഇതിന് ഈ ബ്രഹ്മാണ്ടത്തോളം വലുതായിട്ടുള്ള പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശമാക്കിയാൽ പ്രപഞ്ചമായി പ്രകർഷേണ പഞ്ചീകരണമാവുമ്പോഴാണ് പ്രപഞ്ചാവുക. ആ പ്രപഞ്ചം, ആ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ആ പ്രപഞ്ചം ലയിക്കുമ്പോ പ്രലയം, പ്രകർഷേണ ലയിക്കുന്നു. അതാണ് പ്രളയം. രകാരം എന്നാൽ ലകാരം ലകാരമാവും. അതാണ് പ്രളയം എന്ന് പറയുന്നത്. അതുപോലെ പ്രളയം എന്ന് പറയുന്നതാണ് അമ്മയുടെ ആകർഷണം. ശരിക്ക് സൗന്ദര്യലഹരിയിലൊക്കെ ശങ്കരാചാര്യ പറയാറുണ്ട്, ബ്രഹ്മാവ് സാക്ഷാൽ, നിങ്ങൾ ആ ശ്ലോകം പഠിച്ചോളൂ, സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ അല്ലെങ്കിൽ ലളിതാ പരമേശ്വരിയുടെ പാദത്തിന് തൊട്ട് താഴെ ഇരുന്നു കൊണ്ട് അമ്മയുടെ പാദത്തിൽ നിന്നും വരുന്ന ആ പാദധൂളികൾ, ബ്രഹ്മാവിന്റെ ജോലി അതാ. നമ്മൾ വിഷ്ണുവാണ് സൃഷ്ടിക്കുന്നത്, പരിപാലിക്കുന്ന ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത്, വിഷ്ണു പരിപാലിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു ഒക്കെ സാധാരണ പറയുമ്പോൾ അമ്മയുടെ തലത്തിലേക്ക് പ്രാപഞ്ചിക വീക്ഷണത്തിലേക്ക് എത്തിയാല് ബ്രഹ്മാവ് ദേവിയുടെ പാദത്തിന്റെ താഴെ ഇരുന്നു കൊണ്ട് ആ പാദത്തിൽ നിന്നും വീഴുന്ന പാദധൂളികളെ കാത്തിരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ പാദധൂളികളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ബ്രഹ്മാവ് ഉണ്ടാക്കിയത് എന്ന് പരസ്പരം തട്ടിമുട്ടാതെ ഉള്ള രീതിയിലേക്ക് ആലോചിച്ചാൽ അത്യത്ഭുതമാണ്. ഒരുപാട് അതിലേക്ക് പോകുന്നില്ല. വിഷ്ണുവാകട്ടെ തന്റെ 1000 തലകളെ കൊണ്ട്, സഹസ്രശീരുഷ പുരുഷ, 1000 ശിരസുകളെ കൊണ്ടും വളരെ പണിപ്പെട്ട് കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെ താങ്ങി നിർത്തി പരിപാലിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ശങ്കര ഭഗവത്പാദർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എവിടുന്ന സൃഷ്ടി ഉണ്ടായത്? അമ്മയുടെ പാദധൂളികളിൽ നിന്ന് എടുത്തിട്ടാണ് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ടതായ ബ്രഹ്മാണ്ടങ്ങളെ തന്റെ 1000 ശിരസ് കൊണ്ടും വളരെ പണിപ്പെട്ട് വിഷ്ണു അതിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുമ്പോൾ മഹാദേവൻ ആ ബ്രഹ്മാണ്ടങ്ങളെ എല്ലാം എടുത്ത് കയ്യിലിട്ട് പൊടിച്ച് നന്നായിട്ട് തവിട് പൊടിയാക്കി കയ്യിലിട്ട് ഒരച്ച് ഭസ്മധാരണത്തെ ചെയ്യുന്നു മഹാദേവൻ എന്ന് ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതിനുള്ള ടൂൾ എന്ന് വെച്ചാൽ അമ്മയുടെ പാദത്തിൽ നിന്നും ഊറി വരുന്ന ആ ഒരു അനുഗ്രഹ കലയാണ് പാദധൂളികൾ. അങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും അമ്മയുടെ സങ്കല്പം കൊണ്ടാണ്. അതാണ് ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടിയെങ്കിൽ അത് അമ്മയുടെ പാദധൂളികൾ മാത്രമാണെങ്കിൽ അമ്മ ആരായിരിക്കുന്നവര്? അപ്പൊ അതേപോലെയുള്ള പ്രപഞ്ച മനസ്സാണ് അമ്മയുടെ കയ്യിലുള്ളത്, സാധാരണ മനസ്സല്ല. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഇത്തരത്തിലുള്ള മനോവ്യാപാരങ്ങളുണ്ടോ അത് മുഴുവനും അമ്മയുടെ കയ്യിലെ സുരക്ഷിതമാണ്, അമ്മയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് കരിമ്പ് വില്ലിന് തുല്യമായിട്ടുള്ള പല പല തട്ടുകളും മുട്ടുകളും ഉള്ള പുറന്തോട് ശക്തമായിട്ടുള്ള, ഉള്ളിൽ വളരെ കാര്യമായിട്ട് ഇടിച്ചു പിഴിഞ്ഞ് സത്താക്കി എടുത്താൽ മാത്രം അനുഭവിക്കാവുന്ന മധുരമുള്ള കരിമ്പ് വില്ല് അമ്മ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിന്റെ രൂപമാകുന്ന ഇക്ഷുകോദണ്ഡത്തോടു കൂടി അമ്മയുടെ താഴത്തെ ഇടത്തെ കയ്യില് ഇപ്പൊ രാഗസ്വരൂപ ഭാഷ ക്രോധ ആകാരാങ്കുശോജ്വല എന്നുള്ളത് നമ്മൾ കണ്ടു. മനോരൂപ ഇക്ഷുകോദണ്ഡ. അപ്പൊ ഒരു കൈ ബാക്കിയുണ്ട്. ചതുർബാഹു സമന്വിത എന്ന് ആദ്യം കേട്ടോ. 4 കൈയാണ്. 4 കൈയൊന്നുമല്ല, 12 കൈ വരെ ഉണ്ട്. അത് ഉയർന്ന തലങ്ങളിലേക്ക്. ഇവിടെ പ്രധാനമായിട്ട് പറയാണ് ഈ പ്രപഞ്ചേശ്വരിയുടെ കയ്യില്
രാഗത്തിന്റെ സ്വരൂപമാകുന്ന പാശവും ക്രോധത്തിന്റെ ആകാരത്തിന്റെ ഉജ്ജ്വലതയോടുകൂടിയ അങ്കുശവും മനസ്സിന്റെ രൂപം എന്ന രീതിയിലുള്ള കരിമ്പ് വില്ലും ധരിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സാകുന്ന കരിമ്പ് വില്ലിൽ രാഗദ്വേഷങ്ങളാകുന്ന അല്ലെങ്കിൽ രാഗവും ക്രോധവുമാകുന്ന ആയുധങ്ങളോട് കൂടിയിട്ടാണ്. പക്ഷെ ഇതിനെല്ലാം നയിക്കുന്ന എന്താണ് അമ്മ ചെയ്യുന്നത് ചോദിച്ചാൽ അമ്മയുടെ സ്വഭാവം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനാണ് അമ്മയുടെ താഴെയുള്ള വലത്തെ കൈയിൽ പഞ്ചതന്മാത്ര സായക. ഇവിടെ ഞാനിപ്പോ മനോരൂപേക്ഷ കോദണ്ഡ എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്വയമായിട്ടൊന്ന് ചിന്തിക്കാനും പഠിക്കാനും. ഇപ്പോ ഇക്ഷു എന്ന് വെച്ചാൽ കരിമ്പ് എന്നൊരർത്ഥമുണ്ട്. അതിന്റെ ഒരു അങ്ങേ ഉള്ളിലേക്ക് ചിന്തിച്ചാൽ ഇക്ഷു എന്നുള്ളതിന് പുരികം അല്ല, ഇക്ഷു എന്നുള്ളതിന് ആഗ്രഹം എന്നർത്ഥമുണ്ട്. അപ്പൊ മനസ്സിന്റെ രൂപം ആഗ്രഹങ്ങളാണ്. ഇക്ഷു കോദണ്ഡം ആഗ്രഹങ്ങള് ആകുന്ന വില്ല് എന്നൊക്കെ ഒരു അർത്ഥം എടുത്ത് മുന്നോട്ട് പോയാൽ ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇക്ഷു എന്ന് വെച്ചതിന് കരിമ്പ് എന്നും ആഗ്രഹം എന്നൊരു അർത്ഥമുണ്ട്. രണ്ടും രണ്ട് തട്ടാണ്. അപ്പൊ ഇക്ഷു എന്ന് പറയുന്നതിന് ഈ കരിമ്പ് വില്ലായിട്ട് പറയാൻ സാധിക്കുള്ളൂ ഭൗതിക തലത്തിൽ. പക്ഷെ അതിന്റെ ഉള്ളില് ആഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇഷ്ടമുള്ളത് ആഗ്രഹമാണ്. അതിനൊക്കെ നിരുക്തത്തിലൂടെയോ അല്ലെങ്കിൽ അതേപോലുള്ള നിഘണ്ടുവിലൂടെയൊക്കെ പോയിട്ട് ഇതിനെ ആഗ്രഹമാക്കി ചിത്രീകരിച്ചാൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ ഈ മനോരൂപേക്ഷ കോദണ്ഡത്തിന് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊന്നും നിങ്ങൾ സ്വയം ചിന്തിക്കാൻ ശ്രമിക്കാം. എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അതുപോലെ കോദണ്ഡം എന്നുള്ളതിന് ഇക്ഷു എന്നുള്ളതിന് ആഗ്രഹം എന്നാണെങ്കിൽ കോദണ്ഡം എന്നുള്ളതിന് വില്ല എന്നർത്ഥമുണ്ട്, അല്ലാതെ പുരികം എന്നർത്ഥമുണ്ട്. അപ്പൊ മനസ്സിന്റെ രൂപമാകുന്ന ആഗ്രഹത്തോടു കൂടിയ പുരികം എന്ന് പറയുമ്പോൾ നമുക്കറിയാം. അപ്പൊ എവിടെ ചെന്നെത്തും താന്ത്രിക വിധാനം എന്ന് ആലോചിക്കുക. അപ്പം എവിടുന്നാണ് പ്രപഞ്ച മനസ്സ് എവിടെയാണ്? അതിന്റെ രൂപം മധുരമാണോ? ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹം ഉണ്ടാവുന്നത് സാക്ഷാൽ പുരികവുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ തന്ത്രത്തിന്റെ യോഗമാർഗത്തിന്റെ അനവധി തലങ്ങളിലേക്ക് നമുക്ക് അമ്മയുടെ കയ്യിലിരിക്കുന്ന ഇക്ഷു കോദണ്ഡത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കിട്ടും. അതുപോലെ സ്വയം ഒന്ന് ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ പറയൂ, ഞാൻ നോക്കാം. അങ്ങനെ മനോരൂപേക്ഷു കോദണ്ഡ എന്നുള്ള മന്ത്രത്തിന് ശേഷം പഞ്ച തന്മാത്ര സായകം അതാണ് ഇവിടുത്തെ പ്രധാനം. സായകം എന്ന് വെച്ചാൽ ശരം. വില്ലിൽ തൊടുക്കേണ്ടതാണ് ശരം, അല്ലെ? അപ്പോ കായാണ്. തന്മാത്ര അത് ചൊല്ലാൻ ബുദ്ധിമുട്ട് വരില്ല, ആർക്ക് തെറ്റുന്നതൊന്നുമല്ല. ഇപ്പൊ സായക, തന്മാത്ര സായക, പഞ്ചതന്മാത്ര സായക. സായകയാണ്, ശരവും പിടിച്ചിട്ടുണ്ട്. സായകായ നമ. ശരത്തോട് കൂടിയവൾക്ക് നമസ്കാരം, അല്ലെങ്കിൽ ശരത്തിന് നമസ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ രാഗം, ക്രോധം, പാശം, അങ്കുശം, മനസ്സ്, കരിമ്പ് വില്ല്. വലത്തെ കയ്യിൽ എന്താണ് തൊടുക്കേണ്ടത്? വലത്തെ കയ്യിലാണ് അല്ലെ? ഇടത്തെ കയ്യിൽ വില്ല് പിടിച്ചുകൊണ്ട് വലത്തെ കയ്യിൽ ശരം എടുത്തിട്ടാണ് തൊടുക്കുക. അതുകൊണ്ട് പ്രധാനമായിട്ടുള്ള ഇടത്തെ കയ്യിൽ മനസ്സിന്റെ രൂപമാകുന്ന ഇക്ഷു കോദണ്ഡവും വലത്തെ കയ്യിൽ വലത്തെ കയ്യില് ശരമുണ്ട്. പക്ഷെ ഒരു ശരമാണോ? ഒരു ശരം കൊണ്ടല്ലേ തൊടുക്കാൻ പറ്റും? ഒരു ശരം എടുത്തിട്ട് തൊടുക്കാം എന്നുള്ളതല്ലേ? ഒരു ശരമായിരിക്കാം, പക്ഷെ അതിനൊരു 5 ഭാവമുണ്ട്. 5 ശരത്തിന് തുല്യമായത് എന്നെടുക്കാം, 5 എണ്ണം ഒരുമിച്ച് പിടിച്ചതെന്ന് എടുക്കാം, ഒന്നിൽ തന്നെ 5 ഭാവങ്ങളുള്ളതെന്ന് എടുക്കാം. ഒരു ശരം തൊടുത്താൽ 5 ശരമായി മാറുമെന്ന് എടുക്കാം. ഇങ്ങനെ പലതും എടുത്താലും ഇവിടെ പഞ്ചസായക. പക്ഷെ ഏതാണ് 5 സായകങ്ങൾ, 5 ശരങ്ങൾ എന്ന് ചോദിക്കുമ്പോഴാണ് തന്മാത്ര സായക, പഞ്ചതന്മാത്ര സായക. പ്രപഞ്ചേശ്വരിയാണെന്ന് ഓർക്കണം. ഇവിടെ എന്തെല്ലാം ഉണ്ട്? പാശുപദം അല്ലെ? ഭണ്ഡാസുരനായിട്ട് യുദ്ധം ചെയ്യുന്ന അവിടെ വരുമ്പോ ഭണ്ഡാസുര ശൂന്യക എന്നുള്ളൊരു മന്ത്രമൊക്കെ വരുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് ഭണ്ഡാസുരനും പരിവാരങ്ങളും അസുരന്മാരും ദേവിക്കെതിരെ പ്രയോഗിച്ചതെന്നും
ഓരോരോ അസ്ത്രത്തിനും അമ്മ പ്രത്യസ്ത്രവരിഷിണി, ഏത് അസ്ത്രമാണോ അതിന് പ്രതിയായിട്ടുള്ള അസ്ത്രം അമ്മ വർഷിച്ചു എന്ന് പറയുന്ന മന്ത്രമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത്രയും യുദ്ധത്തിന് പോയി പുറപ്പെട്ട അമ്മയുടെ കയ്യിൽ ഈ ശരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ. എല്ലാ ശരങ്ങളും ഉണ്ട് അമ്മയുടെ കയ്യിൽ, അല്ലെങ്കിൽ ആവതാരി ഉണ്ട് അമ്മയുടെ പുറകെ യുദ്ധത്തിന് പുറപ്പെട്ടതുകൊണ്ട്. അതിൽ ധാരാളം പ്രപഞ്ചത്തിന്റെ ആവശ്യം ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ വില്ലിൽ തൊടുക്കാനുള്ളത് 5 ബാണങ്ങളേ ഉള്ളൂ. അത് പഞ്ചതന്മാത്രയാണ്. അപ്പൊ തന്മാത്ര എന്ന് നമുക്കറിയാം, അണു എന്നൊക്കെ പറയാറ്, ആറ്റം എന്നൊക്കെ പറയാം. അതിന് എന്താണ് എന്ന് ചോദിച്ചാൽ അതൊന്നും ഇവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല. പഞ്ചതന്മാത്ര സഹായക, 5 തന്മാത്രകളെ സഹായകമാക്കിയവൾ, അല്ലെങ്കിൽ 5 തന്മാത്ര സഹായകം. ഒരു ശരത്തില് 5 തന്മാത്രയുണ്ട്. എന്താണ് തന്മാത്ര? ഓരോന്നിന്റെയും ആ ഏറ്റവും ചെറിയ ഭാവം, ഏറ്റവും അണോരണീയാൻ മഹതോ മഹീയാൻ എന്നാണല്ലോ, അണുവിലും അണു എന്ന് പറയുന്ന രീതിയിലുള്ള അതാണ് തന്മാത്ര. അത് ഇവിടെ നമുക്ക് പലതരത്തില് വ്യാഖ്യാതാക്കൾ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അതിന്റെ പറയാവുന്ന തരത്തിൽ ഒരു തുടക്കം പറയാവുന്ന രീതിയിൽ പറഞ്ഞാൽ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, പഞ്ചഭൂതാത്മകം. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോ അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ട് ശരീരത്തിനും തന്റെ കർമ്മഗതിക്കും വ്യത്യാസമുണ്ടെന്നല്ലാതെ പഞ്ചതന്മാത്രകളെ കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയാൻ കാരണം. പ്രകർഷേണ പഞ്ചം കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ തന്മാത്രകള് ഏത്? പൃഥ്വിയുടെ തന്മാത്ര, ജലത്തിന്റെ തന്മാത്ര, തേജസ്സിന്റെ അഗ്നിയുടെ തന്മാത്ര, വായുവിന്റെ തന്മാത്ര, ആകാശത്തിന്റെ തന്മാത്ര, ബീജം എന്നർത്ഥം. അപ്പൊ ഈ വില്ലിൽ തൊടുക്കേണ്ടത് സായകങ്ങളാണ്, ശരങ്ങളാണ്. പക്ഷെ അത് തന്മാത്ര സായകമാണ്. ആ തന്മാത്ര എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക്, പ്രപഞ്ചത്തെ സ്ഥിതിക്ക്, പ്രപഞ്ചത്തിന്റെ സംഹാരത്തിന്. ഇത് അമ്മ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ കണ്ടു ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, സൃഷ്ടി സ്ഥിതി സംഹാരം നമ്മൾ കണ്ടതാണ്. അമ്മ ഇരിക്കുന്ന ഒരു പീഠത്തിന്റെ മന്ത്രമൊക്കെ വരുന്നുണ്ട്. പഞ്ചബ്രഹ്മാസനസ്ഥിത എന്നൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ പൃഥ്വി, അപ്പ്, തേജസ്, വായു എന്നുള്ളതിന്റെ തന്മാത്രകളെ പ്രപഞ്ച മനസ്സാകുന്ന വില്ലിൽ തൊടുക്കാൻ പാകത്തിനിരിക്കുന്നു. അപ്പൊ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചുള്ള അമ്മയുടെ കുടുംബമാണ്. അമ്മയുടെ കുടുംബമായി പ്രപഞ്ചത്തില് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളെ കൊണ്ട് പ്രപഞ്ച മനസ്സാകുന്ന വില്ലിൽ തൊടുത്തിട്ടാണ് ആകർഷണ വികർഷണങ്ങളോ ഈ പ്രപഞ്ചത്തിന്റെ ചാക്രിക ഭാവത്തെ, ഈ യാത്രയെ അമ്മ നിയന്ത്രിക്കുന്നു എന്നൊരർത്ഥമാണ് ശരിക്കുള്ളത്. പിന്നെയുള്ളത് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന് പറഞ്ഞാൽ അതൊരു ഒരുപാട് വ്യാഖ്യാനിക്കേണ്ടതായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ശബ്ദസ്പർശ രൂപ രസഗന്ധം എന്ന് പറയുന്ന ആ ഭാവം, അല്ലെ? ശബ്ദം ആകാശത്തിന്റെയാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നുള്ള പഞ്ചഭൂതങ്ങളുടെ രസം എന്താണ്? ശബ്ദസ്പർശ രൂപ രസഗന്ധം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അത് ആകാശത്തിന്റെയാണ് ശബ്ദം. സ്പർശം എന്ന് പറഞ്ഞാൽ വായുവിന്റെയാണ്. രൂപം അഗ്നിയുടെയാണ്. രസം ജലത്തിന്റെയാണ്. ഗന്ധം പൃഥിവിയുടെയാണ്. ഗന്ധവത്വം പൃഥിവ്യാം ലക്ഷണം. ശബ്ദ ഗുണകം ആകാശം. ഒരുപാട് പ്രമാണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളായ പ്രത്യപ്തേജോ വായു ആകാശങ്ങളുടെയും തന്മാത്രയായിട്ടെടുത്താൽ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ. അതിൻ്റെതായ പ്രകടീകൃത ഭാവമാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് പറയുന്ന നമ്മുടെ 5 കർമ്മേന്ദ്രിയങ്ങള്. അതിന്റെ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങള്. അതിന്റെ പ്രത്യേകം പ്രത്യക്ഷമായിട്ട് കാണാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ രൂപമാണ് പ്രത്യപ്തേജോ വായു ആകാശങ്ങൾ. ഇതെല്ലാം 5 എണ്ണമാണ്. ഈ 5 തലങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഒക്കെ തന്മാത്ര, അതിന്റെ ബീജം അടുത്ത് നട്ടാൽ അവിടെ ഉണ്ടാവും. അതിന്റെയൊക്കെ ബീജം തന്മാത്ര എന്ന് പറയാം. അങ്ങനെ ശബ്ദസ്പർശാദയോ ബാണ മനസ്തസ്യ ഭവദ്ധനു എന്ന് പ്രമാണമുണ്ട്. ആ ബാണങ്ങൾക്ക് തന്നെ സ്ഥൂലം, സൂക്ഷ്മം, പരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്
താന്ത്രികമായിട്ട് വേദാന്തപരമായിട്ടൊക്കെ ചിന്തിക്കേണ്ടവരും അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര എത്തും എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് ഉൾക്കൊള്ളാനോ എഴുതിയെടുക്കാനോ പറ്റുമെന്ന് അറിയില്ല. ഞാൻ അത്യാവശ്യം വ്യാഖ്യാനത്തില് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പ്രത്യുത്തേജോ വായുരാകാശങ്ങളുടെയും തന്മാത്രകളായ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ എന്ന 5 തന്മാത്രകളെ ശരമാക്കിക്കൊണ്ട് ഭഗവതിയുടെ താഴത്തെ വലത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ശരം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ശരം ഈജ്യതേ ഇത് ശരീര എന്ന് പറയാറുണ്ട്. ഈ ശരം പറയപ്പെട്ടത് കൊണ്ടാണ്, ആ ശരം ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ശരീരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ജ്യോത്സ്യന്മാരൊക്കെ അഷ്ടമംഗല ദേവപ്രശ്നം വെക്കുന്ന സമയത്ത് കവടി എടുത്തിട്ടോ അല്ലെങ്കിൽ സ്വപ്നം വെച്ചിട്ടോ നേരെ ജ്യോത്സ്യന്മാർ നേരെ മൂക്കിന്റെ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ശ്വാസം നന്നായിട്ട് പുറത്തേക്ക് വിടുമ്പോ ദക്ഷിണ ശരമാണോ വാമശരമാണോ എന്ന് നോക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ശ്വാസം പോകുന്നത് വലത്തെ മൂക്കിലൂടെയാണോ ഇടത്തെ മൂക്കിലൂടെയാണോ നോക്കിയിട്ട് അതിന് പ്രമാണമുണ്ട്. ഉത്തമമായ ദിവസങ്ങളിൽ ഇടതു മൂക്കിലൂടെയും മധ്യമമായ അധമമായ ദിവസം, അധമൊന്നുമില്ല എന്നാലും ശനി ചൊവ്വ എന്നൊക്കെ പറയുന്ന ആ ദിവസങ്ങളിൽ ഇടതു ഭാഗത്തോടെയും എന്ന് പറഞ്ഞ് അങ്ങനെ അത്തരത്തിൽ പറയുന്ന അതിന്റെ ഉത്തരം കണ്ടെത്താൻ, അതായത് ഈ പ്രശ്നം വെക്കുന്നതിന്റെ ഫലം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ശരം. അപ്പൊ ശരം എന്ന് വെച്ചാൽ വായു എന്നർത്ഥം. ശ്വാസനിശ്വാസങ്ങളാണ് അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ജീവനെ നിലനിർത്തുന്ന പ്രപഞ്ച ജീവനാണ് ശരം, അല്ലെ? അതാണ് ശരം എന്ന് പറയുന്ന വില്ലിൽ തൊടുക്കേണ്ടതായിട്ടുള്ള ശരം. അപ്പൊ ഈ വില്ല് ഏതാണ്? ഈ പഞ്ചതന്മാത്ര സഹായക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മനോരൂപേക്ഷ കോദണ്ഡം എന്ന് പറയുന്നത് ഏതാണ്, ആരാണ്, അതിൽ തൊടുക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ 5 തന്മാത്രകളാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും 5 തന്മാത്രകൾക്ക് തന്ത്രശാസ്ത്രം വ്യക്തമായിട്ട് എന്താണ് ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ബാണങ്ങളെ കുറിച്ചിട്ടുള്ള ഞാൻ ഒന്ന് വായിക്കാം, കാരണം എഴുതിയെടുക്കേണ്ടതല്ല, നിങ്ങളുടെ അറിവിലേക്ക്. ബാണാസ്തു ത്രിവിധാ പ്രോക്ത സ്ഥൂല സൂക്ഷ്മ പരത്വയ സ്ഥൂല പുഷ്പമയ സൂക്ഷ്മ മന്ത്രാത്മന സമീതിത പരാശ വാസനായാന്തു പ്രോക്ത സ്ഥൂലാൻ ശൃണുപ്രിയേ. ദേവിയോട് പറയാണ്, ബാണങ്ങൾ 3 വിധമുണ്ട്. ഈ പഞ്ചബാണങ്ങൾ തന്നെ 3 വിധമുണ്ട്. പഞ്ചതന്മാത്ര ആണെങ്കിലും അത് 3 തരത്തിൽ കാറ്റഗറി തിരിച്ചിട്ട് തന്നെ ഉണ്ട്. എന്താണ്? സ്ഥൂല സൂക്ഷ്മ പരത്വയ. സ്ഥൂലം സൂക്ഷ്മം പരം എന്ന് പറയുന്ന രീതിയിൽ അതിനെയും 3 ആയിട്ട് തിരിക്കാം. അപ്പൊ എന്താണ് സ്ഥൂല ബാണങ്ങൾ ഏതൊക്കെയാണ്? സ്ഥൂല പുഷ്പമയ എന്ന് പറയുന്നു. പുഷ്പങ്ങളാക്കിയിട്ടുള്ള ചിത്രീകരണമുണ്ട്. അതിന് സ്ഥൂലപരമായിട്ടുള്ള ബാണങ്ങളതും. സൂക്ഷ്മ മന്ത്രാത്മന, അതിന് മന്ത്രം കൊണ്ടുള്ളതുണ്ട്. ഒരു പുഷ്പം, ഇന്ന പുഷ്പം എടുത്താൽ ആ പുഷ്പം പഞ്ചതന്മാത്രയില് ഇന്നതിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞ സ്ഥൂല രൂപം. ഒരു മന്ത്രം എടുത്താൽ അതിന്റെ മന്ത്രമമായ രൂപമാണെന്നൊരു രൂപം. പിന്നെന്താ? പരാശ്വ വാസനായാന്തു, അതിന്റെ ഉള്ളിന്റെ വാസനയാണ്. ഓരോന്നിനും വാസനന്റെ പൂവിന്റെ ആകുമ്പോൾ അതിന് വാസന ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്വഭാവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വാസന എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം, അതാണ് അതിന്റെ പരരൂപം. സ്ഥൂലമായിട്ടുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ കമലം കൈരവം പത്മം കൽഹാര എന്തിവരെ തഥാ സഹകാരമിത്യുക്തം പഞ്ചപുഷ്പകം ഈശ്വരി. പുഷ്പമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കമലം, കൈരവം, പത്മം, കൽഹാരം, ഇന്ദീവരം, സഹകാരം എന്ന് പറയുന്ന 5 പുഷ്പങ്ങളെ ആണ് ഇവിടെ പഞ്ചബാണങ്ങൾ, അല്ലെ? പുഷ്പബാണം എന്ന് കേട്ടിട്ടുണ്ട്, കാമദേവന്റെ കയ്യിലുള്ള അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് അമ്മയാണ് കാമദേവനെ സൃഷ്ടിക്കാൻ വേണ്ടി അത് കൊടുത്തത് എന്നാണ്. അങ്ങനെയുള്ള പുഷ്പമാണെങ്കിൽ ഈ പുഷ്പം പുറത്ത് കണ്ടാൽ വളരെ 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 ഒരു പുഷ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പുഷ്പം കൊണ്ടുള്ള ബാണം ഒരു പ്രഹരം ഏൽപ്പിക്കില്ല. അപ്പൊ എന്താണ് പുഷ്പം? ശബ്ദ ഗുണകം ആകാശം, ആകാശത്തിന്റെ പ്രതീകമാണ് പുഷ്പം. അപ്പം പൂർണ്ണമായും മനസ്സിന്റെ ഉള്ളിലുള്ള ചില സങ്കല്പങ്ങളാണ്. സ്ഥൂലമായി പറഞ്ഞാൽ ഈ കമലം തുടങ്ങിയിട്ടുള്ള പുഷ്പങ്ങളെ അതിന്റെ സ്ഥൂലപരമായിട്ടുള്ള ബാണങ്ങളായിട്ട് പറയാം. അതുപോലെ ഹർഷണം രേചനാഖ്യഞ്ച രോചനം ശേഷണം തഥാ മാരണം ചേത്യമീ ബാണ മുനീനാമപി മോഹജ. പലതരത്തിൽ പറയുന്നുണ്ട്. ഇതിന്റെ ഭാവം, അതിന്റെ ഒരു വാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർഷണം, രോചനം, ശോഷണം, മാരണം എന്നൊക്കെ പറഞ്ഞ് 5 തരത്തിലുള്ള
അതിൻ്റെ ഒരു ഭാവം, അതിൻ്റെ ഒരു വാസന പറയുന്നുണ്ട്. ക്ഷോഭണം ദ്രാവണം ദേവി തഥാ ആകർഷണ സജ്ജിത പശു ഉന്മാദോ ക്രമേണൈവ നാമാനി പരമേശ്വരി. അങ്ങനെ ക്ഷോഭണം ദ്രാവണം ആകർഷണം വശ്യം ഉന്മാദം എന്ന രീതിയിലുള്ള സംജ്ഞകള്. പിന്നെ ഉന്മാദനവും പശ്ചാത് തഥാ മോഹനദീപനവും ശോഷണഞ്ചേതി കഥിത ബാണ പുരോദിത എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് ദ്രാവണം, ഇപ്പൊ ഇത് പറയുമ്പോൾ ഇതിൽ പറയാൻ പറ്റില്ലെങ്കിലും ബീജാക്ഷരത്തോടു കൂടി ഇതിനെ പഞ്ചബാണം, ബാണേഷി എന്ന് പറഞ്ഞാൽ ദേവി വരെയുണ്ട്. സംക്ഷോഭണബാണം, ആകർഷണബാണം, അല്ലെ, വശീകരണബാണം, സംമോഹനബാണം എന്നൊക്കെ പറയുന്ന ശരിക്കുള്ളത് അതാണ്. ദ്രാവിണീ ബാണ എന്ന, സംക്ഷോഭണ ബാണ എന്ന, ആകർഷണ ബാണ എന്ന് പറയുന്ന 5 ബാണങ്ങളെ കുറിച്ചിട്ട് തന്ത്രശാസ്ത്രത്തിൽ പൂജിക്കാൻ പാകത്തിന് ബീജാക്ഷരത്തോടു കൂടിയിട്ടുള്ള പൂജയുണ്ട്. അമ്മയുടെ ഈ ശരത്തിന് മാത്രം. ആ ശരം തന്നെ ദേവിയായിട്ട് ബാണേഷി എന്ന് പറയുന്ന രീതിയിലുള്ള പൂജയുണ്ട്. ഒക്കെ വശ്യാണ്. അത് ഇത് പൂജകളില് തന്ത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിലും ഇവിടെ പഞ്ചതന്മാത്ര, അത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ആകർഷിക്കുവാനും വികർഷിക്കുവാനുമായിട്ട് രാഗവുമായും ക്രോധവുമായിരിക്കുന്ന ആകർഷണ വികർഷണങ്ങളെ അതിൻ്റെതായ ഭാവത്തിൽ പ്രപഞ്ച മനസ്സാകുന്ന വില്ലിൽ അതിന്റെ മുഴുവനും ആകർഷണ വികർഷണങ്ങളെ മുഴുവനും തന്മാത്രകളുടെ സൂക്ഷ്മതലം എടുത്തുകൊണ്ട് ശരമാക്കിക്കൊണ്ട് ഇരിക്കുന്ന അമ്മയാണ്. നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പാശമുണ്ട്, അങ്കുശമുണ്ട്, കരിമ്പ് വില്ലുണ്ട്, പുഷ്പബാണുണ്ട്. നമുക്ക് അങ്ങനെ വരയ്ക്കാനേ പറ്റും. അല്ലെ, സ്ഥൂലഭാവം അങ്ങനെയാണെങ്കിൽ സൂക്ഷ്മഭാവം പ്രപഞ്ച മനസ്സിനെ തന്റെ ആയുധമാക്കി അതിൽ പ്രപഞ്ചത്തിന്റെ പഞ്ചതന്മാത്രകളെ ശരങ്ങളാക്കി ആകർഷണ വികർഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരമഭട്ടാരികയായിട്ടുള്ള ദേവിയാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരി. അപ്പൊ മനോരൂപേ യക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക. അപ്പൊ 4 കൈകൾ പറഞ്ഞു. അമ്മ ഇങ്ങനെ ഉയർന്നു വരുമ്പോ ആദ്യം കണ്ടത് 4 കൈകളാണ്. ചതുർബാഹു സമന്വിത. അത് ഒരു കൈയില് രാഗത്തിന്റെ സ്വരൂപമാകുന്ന പാശവും, ക്രോധത്തിന്റെ ആകൃതിയാകുന്ന അങ്കുശവും, മനസ്സിന്റെ രൂപമാകുന്ന കരിമ്പുവില്ലും, പഞ്ചതന്മാത്രകൾക്ക് സാമ്യം കൊടുക്കുന്ന പഞ്ചതന്മാത്രകൾ എന്ന ഭാവത്തിലുള്ള 5 പുഷ്പബാണങ്ങളും 5 ബാണങ്ങളും കയ്യിലുണ്ട്. ഇങ്ങനെയാണ് ദേവന്മാരുടെ കാര്യത്തിനായി കൊണ്ട് ജിതജ്ഞകുണ്ടത്തിൽ നിന്നും അമ്പ ഉദ്ഭൂതയായത്, ഉദ്യത്ഭാന സഹസ്രാഭയായിട്ട്. പറയുമ്പോ ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ നിറത്തോടു കൂടി എന്ന് പറഞ്ഞാൽ സൂര്യനാണോ പ്രധാനം, അതേ അമ്മയുടെ പ്രകാശത്തിലാണോ? അമ്മയ്ക്കാണ് പ്രകാശം. അതിനെ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്കറിയാവുന്നതാണ് ഒരു സൂര്യൻ. ആ സൂര്യനെ സഹസ്ര സൂര്യന്മാരാക്കിയിട്ട് നമ്മൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ സൂര്യന് ഇത്രയും നിറമുണ്ട്. ഇതൊരു 1000 സൂര്യന്മാരാണെങ്കിൽ എത്രയാവും? അതാണ് അമ്മയുടെ നിറം എന്ന് പറയുമ്പോൾ അമ്മയ്ക്കാണ് ആദ്യം നിറമുള്ളത്. ആ നിറം അതിനു മുമ്പേ ഉണ്ട്. അതുപോലെ തന്നെയാണ് നിജാരുണപ്രഭാപൂരമജ്ജ ബ്രഹ്മാണ്ഡമണ്ഡല എന്നുള്ള മന്ത്രം, അടുത്ത മന്ത്രം പറയുന്നത്. മണ്ഡല, മണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തം എന്ന അർത്ഥം. പിന്നെ അർത്ഥം എടുത്ത മണ്ഡലക്കാലമൊക്കെ എടുത്ത അർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശബരിമലയിലേക്കൊക്കെ പോകും. 41 ദിവസം എന്നൊക്കെ അർത്ഥമുണ്ട്. അതൊക്കെ ഇതിന്റെയും സൂക്ഷ്മതലത്തിൽ ആ മണ്ഡലത്തിന് വളരെ വിശേഷമുണ്ട്. നമുക്ക് തൽക്കാലം മണ്ഡല, എന്ത് മണ്ഡലാണ്? ബ്രഹ്മാണ്ഡ മണ്ഡല. അപ്പൊ ഒരു ബ്രഹ്മാണ്ഡം അല്ല എന്ന് ഉറപ്പായി. അനവധി മണ്ഡലാണ്, ഒരു വൃത്തമാണ്, ബ്രഹ്മാണ്ഡ മണ്ഡലമാണ്. മജ്ജത്ത് ബ്രഹ്മാണ്ഡ മണ്ഡല, നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല, അരുണപ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല, നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഇങ്ങനെ വേണം എടുക്കാൻ. അതില് ഇപ്പൊ ഇന്ന് അർത്ഥം പറയാൻ സമയമുണ്ടെന്ന് അറിയില്ലെങ്കിലും സൂചിപ്പിച്ചു വയ്ക്കാം. നിജം നിജ തൻ്റേത് എന്നർത്ഥം. അവർ ഓൺ എന്ന് പറയുന്ന എന്റെ, ഇറ്റ്സ് മൈൻ എന്നൊക്കെ പറയില്ലേ. നിജം എന്റെ, അരുണം ചുമപ്പ്, പ്രഭാപൂരം അറിയാലോ, പ്രകാശം എന്നർത്ഥം, അത്യുജ്വലമായ പ്രകാശം. മജ്ജത്ത് മുക്കിക്കളയുക, മുക്കുക. അപ്പൊ ആറാട്ടിനൊക്കെ ഭഗവതിയെ ഇങ്ങനെ മുക്കുന്നത് പോലെ എന്തിനെയോ മുക്കി കളഞ്ഞിട്ടുണ്ട്. എന്താണ്? ബ്രഹ്മാണ്ഡ മണ്ഡല. കോടാനുകോടി ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെ മുക്കുന്നു.
അതില് എന്തില്? അരുണപ്രഭാപൂരത്തില്. അരുണം ചുമപ്പ്, അരുണപ്രഭാപൂരം, ചുമ എന്നുള്ള ചുമന്ന പ്രകാശം കൊണ്ട് ഒരാള് ഇത് വരണ സമയത്ത് അയാൾക്ക് ഒരു ചുമന്ന പ്രകാശമാണെങ്കിൽ ആ മുറി മുഴുവനും ചുമന്ന പ്രകാശമാവും അല്ലെ? ആ മുറിയും ഈ ചുമന്ന പ്രകാശം കൊണ്ട് അല്ലെങ്കിൽ നിന്റെ ഈ ചൈതന്യം കൊണ്ട് ഈ മുറി മുഴുവനും മുക്കിക്കളഞ്ഞല്ലോ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇവിടെ കോടാനുകോടി ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെ മുഴുവനും അരുണപ്രഭാപൂരം കൊണ്ട് ചുമന്ന നിറം കൊണ്ട് മുക്കിക്കളഞ്ഞവൾക്ക് നമസ്കാരം. ആ പ്രകാശം എവിടുന്ന? നിജാരുണപ്രഭാപൂര, തൻ്റെ, വേറെ ആരുടെ അല്ല. ആ പ്രപഞ്ചത്തിലുള്ള ചെറിയൊരു സാധനമാണ് സൂര്യൻ. അപ്പൊ തന്റെ പ്രകാശം കൊണ്ട് എന്താണ്? അരുണപ്രഭാപൂരം, അരുണാം കരുണാതരംഗിതാക്ഷി നമ്മൾ കണ്ടതാണ്. അവരവന്റെ സ്വന്തമാണ്, സ്വന്തം പ്രോപ്പർട്ടിയാണ്, വേറെ ആരും കൊടുത്തതൊന്നുമല്ല. ദേവി മഹാത്മ്യത്തിലൊക്കെ പറഞ്ഞു ചക്രം ദത്തവാൻ കൃഷ്ണ. ആ മഹിഷാസുരമർദ്ദിക്ക് ചക്രം കൃഷ്ണൻ കൊടുത്തു, കമണ്ടൽ ബ്രഹ്മാവ് കമണ്ടൽ കൊടുത്തു, പറഞ്ഞത് അതൊന്നുമല്ല. ഇത് എന്റെ സ്വന്തമാണ്, എന്ത്? ഈ ചുവന്ന നിറം. അപ്പൊ നിജാരുണപ്രഭ, തൻ്റെ തന്നെ സ്വത്തായിട്ടുള്ള അരുണപ്രഭാപൂരം കൊണ്ട് മജ്ജത്താക്കി കളഞ്ഞു, മുക്കിക്കളഞ്ഞു. ഏതിനെ? ഒരു ചെറിയ സാധനത്തെ അല്ല, ഒരു വിഗ്രഹത്തെ അല്ല. ബ്രഹ്മാണ്ഡമണ്ഡല, കോടാനുകോടി ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെ മുഴുവനും അമ്മ ചിദഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്ന സമയത്ത് 1000 സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയാന്നൊരു പറച്ചിൽ അവിടെ ഉണ്ടായുള്ളൂ. ആ 1000 സൂര്യന്മാരുടെ ഒരുമിച്ച് ചേർന്നാലുള്ള അരുണപ്രഭാപൂരാണ്. അത് അമ്മയുടെ സ്വന്തമാണ്, അല്ലാതെ സൂര്യന്റെ പ്രകാശം ഇവിടെ അടിക്കുന്നതല്ല. തൻ്റെതായിട്ടുള്ള അത്രയ്ക്കും 1000 സൂര്യന്മാരുടെ ചുമ എന്നുള്ള തന്റെ സ്വന്തം പ്രകാശം, ശരീരത്തിന്റെ തനതായ സ്വഭാവമായിട്ടുള്ള പ്രകാശം കൊണ്ട് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡങ്ങളെയും മുക്കിക്കളയുന്നു. അപ്പൊ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡങ്ങളെയും മുക്കിക്കളയുന്ന തരത്തിലുള്ള തന്റെ തന്നെ സ്വന്തമായ ചുമന്ന നിറമാണ് കണ്ടത് ദേവേന്ദ്രാദികള്. ഇങ്ങനെ ഉദിച്ചു വന്നപ്പോ ഒന്നും കാണാണ്ടായി, എല്ലാം ചുമനായി, ഒന്നും വേറെ ഇല്ല, ചുമപ്പ് മാത്രമേ ഉള്ളൂ. അത് ഭഗവതിയുടെ നിറമായിട്ടുള്ള അരുണപ്രഭാപൂരമാണ് എന്ന് വശിന്യാദി വാഗ്ദേവത പറഞ്ഞു. അതിനെക്കുറിച്ചിട്ടും തുടർന്ന് വരുന്ന മന്ത്രങ്ങളെ കുറിച്ചൊക്കെ അടുത്ത ദിവസം ചിന്തിക്കാം. സമയം ഇപ്പൊ 3:53 7 മിനിറ്റ് ബാക്കിയുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടാകുമോ എന്ന് വെച്ചിട്ടാണ് നിർത്തിയത്. ഇതാണ് അതിന്റെ സാമാന്യ അർത്ഥം. ഈ പറഞ്ഞതിന്റെയും അസാമാന്യമായ ഉള്ളർത്ഥത്തിലേക്ക് പോയാൽ ഇപ്പോഴതും തീരില്ല, നമ്മുടെ സംശയം കൂടി വരും. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പല മന്ത്രങ്ങളും വരുമ്പോൾ നമുക്ക് പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. എല്ലാവർക്കും ഭഗവതിയെ ശരിയായ രീതിയിൽ തൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാനും സ്തുതിക്കാനും കാണാനും കൂടെ നടക്കാനും ഒക്കെ കഴിയട്ടെ. ഓം ശ്രീപാദ ശങ്കരി ശരണമഹം പ്രപദ്യേ. എന്തെങ്കിലും ഉണ്ടോ? നമസ്കാരം. ആരുമില്ല? ഇന്ന് എല്ലാവരും എന്താ ഉറങ്ങിപ്പോയോ ഉച്ചയ്ക്ക്? അല്ല, ഒന്നുമില്ലെങ്കിൽ നിർത്താം. കാരണം ഞാൻ ഇത് പറഞ്ഞു പോയാൽ ആ ശ്ലോകം ഒന്നും കൂടെ ഈ സമയത്ത് തീരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. പറയും പറയട്ടെ, എന്താണ്? നിർത്താമോ? ആർക്കും പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് നിർത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും ചെയ്യാം ഉടനെ. ശങ്കരനാരായണന്റെ അടുത്ത് ആരാ? അമ്മയാണോ? ആര്? ഞാൻ കാണാത്ത ഒരാളെ കണ്ടോണ്ട് ചോദിച്ചതാ. അമ്മയാണ്. അപ്പൊ നിർത്താലോ? അറിയണ്ട. അപ്പൊ ഞാൻ നിർത്താന്ന് വിചാരിക്കാം. നമുക്ക് ഇന്നത്തെ എന്തായാലും ഇത്രയും ഈ ഒരു വലിയൊരു ഭാഗത്തിലേക്ക് വിട്ട് നമ്മൾ വളരെ കുറച്ചാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരങ്ങളാണിത്.
എല്ലാവരും ഒരു നാരായണ ശങ്കരാചാര്യ, ഞാൻ എന്റെ ഒരു തനതായ സ്വഭാവത്തിൽ ഞാൻ തുടങ്ങിയാൽ പിന്നെ സ്റ്റോപ്പ് ആക്കാൻ പറ്റുന്നില്ല. എനിക്ക് പിന്നെ കണ്ണൊക്കെ അടച്ചു പോകും, കണ്ണും തുറന്നിട്ട് ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല. അവിടെ ക്ഷമിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു തീർച്ചയായിട്ടും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, അസലായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വിഷമായി ആരും വരെ മിണ്ടാതിരിക്കുമ്പോഴേ. അല്ല, അതുകൊണ്ടാണ് സംശയമില്ലാത്തത്. വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് സംശയമില്ലാതെ ഇരിക്കുന്നത്. എനിക്ക് സംശയം ആരും മിണ്ടാതിരുന്നപ്പോഴേ മിണ്ടാത്തത് അതുകൊണ്ടായിരിക്കും, സംശയമില്ലാഞ്ഞിട്ടാണ്. എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, ഓരോ വരിയും ആഴത്തിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. നമസ്കാരം. ഓരോ വാക്കുകളെയും വളരെ വൃത്തിയായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ അതില് നമ്മൾ അങ്ങോട്ട് ശരിക്കും മനസ്സിലാക്കിയും കൊണ്ട് ഓരോ വരികളും പോവുകയാണേ. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ഒരു സംശയം വരുന്നില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. നമസ്തേ. ഗുരുനാഥന് നമസ്കാരം. 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 ഗുരുനാഥന് നമസ്കാരം. 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 നമസ്കാരം.